സ്നേഹമുള്ളവരെ, കണ്ണാട്ടുപാടം സെന്റ് മേരീസ് പള്ളിയുടെ പുനരാശീർവാദത്തിന് ഇരിഞ്ഞാലക്കുട രൂപതമെത്താൻ നമുക്ക് ഏറ്റവും പ്രിയമുള്ള നമ്മുടെ പോളി കണ്ണൂക്കാടൻ പിതാവ് ഇന്ന് ഈ ദേവാലയത്തിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. ഈ പള്ളി ആശീർവദിച്ച് പ്രാർത്ഥനയുടെയും ആത്മാഭിഷേകത്തിൻ്റെയൊക്കെ കൂടുതൽ അനുഗ്രഹത്തിൻ്റെ നിറവ് ഈ ദേവാലയത്തിനുണ്ടാകുവാൻ, പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥം കൂടുതലായി ഈ നാട്ടിലും ഈ പ്രദേശത്തും ഇവിടെ വന്ന് പ്രാർത്ഥിക്കുന്നവരിലൊക്കെ കൂടുതലായി ഉണ്ടാകുവാൻ ഇന്ന് ഈ പള്ളി അഭിമന്യ പിതാവ് വെഞ്ചരിക്കുമ്പോൾ, ആശീർവദിക്കുമ്പോൾ തീർച്ചയായും വലിയ സന്തോഷമുണ്ട്. ഇത്രയും മനോഹരമായി ഈ പള്ളിയെ മാറ്റിയെടുത്തിട്ട് അതിന് മുന്നിൽ പ്രവർത്തിച്ചവരും അതിനുവേണ്ടി സഹായിച്ചവരും, പ്രത്യേകിച്ച് ഇവിടെയുള്ള കമ്പനിയുടെ മാനേജേഴ്സും അതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ടവരും ഇവിടുത്തെ കൈക്കാരനൊക്കെ ആയിട്ടുള്ള ജോർജ് ഏട്ടനും എല്ലാവരും ഒത്തൊരുമിച്ച് പ്രയത്നിച്ചതിൻ്റെ ഫലമായിട്ടാണ് ഇന്ന് ഈ പള്ളി വെഞ്ചരിക്കാനായിട്ടുള്ളൊരു അവസരം കർത്താവ് പരിശുദ്ധ അമ്മ വഴി നമുക്ക് ഒരുക്കി തന്നിട്ടുള്ളത്. ഇന്ന് നമ്മുടെ ഇടയിലേക്ക് കടന്നു വന്നിരിക്കുന്ന അഭിമന്യ പിതാവിന് ഞാൻ ആദ്യമേ സ്വാഗതം ചെയ്യുന്നു. ഒപ്പം അഭിമന്യ പിതാവിൻ്റെ കൂടെ അഭിമന്യ പിതാവിൻ്റെ സെക്രട്ടറി അച്ഛൻ, അതിനേക്കാളൊക്കെ ഉപരി എൻ്റെ ബാച്ച്മേറ്റ്, എൻ്റെ സഹപാഠി അച്ഛനാണ്. അച്ഛൻ ഈ ഇടവകയുമായിട്ട് ബന്ധമുള്ളൊരു അച്ഛനാണ്. അച്ഛൻ്റെ വീട് വെള്ളിക്കുളങ്ങരയിലാണ്. അച്ഛൻ്റെ പേര് ജിജോ വാഗപ്പറമ്പിൽ. അച്ഛന് വേണ്ടി നമ്മളൊക്കെ പ്രാർത്ഥിച്ചിട്ടുണ്ട്. അത് പിന്നീട് ഒരിക്കൽ ഞാൻ പറയാം. നമ്മുടെയൊക്കെ പ്രാർത്ഥന അച്ഛൻ അത് തമ്പുരാന് വലിയ അനുഗ്രഹമായിട്ട് അച്ഛനത് ലഭിച്ചു കഴിഞ്ഞു. അച്ഛൻ ഇന്ന് നമ്മോടൊപ്പം ദിവ്യബലി അർപ്പിക്കാനുണ്ട്. അച്ഛനെയും കൃത്യമായിട്ടുള്ള രീതിയിൽ ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഒപ്പം നമ്മുടെ കൂടെ നമ്മുടെയൊക്കെ ഏറ്റവും നല്ല കൂട്ടുകാരനായിക്കൊണ്ട് നമ്മുടെ മുരിക്കിങ്ങൽ പള്ളിയുടെ വികാരിയച്ഛൻ ബഹുമാനപ്പെട്ട തോമസ് കണ്ടംപള്ളി അച്ഛൻ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അച്ഛൻ അവിടെയും ശാന്തത്തിൻ്റെ കുറച്ച് തിരക്കുകളൊക്കെ ഉള്ളതുകൊണ്ട് ഇവിടെ തുടക്കത്തിൽ വന്ന് പങ്കെടുത്തുകൊണ്ട് പോകും. എങ്കിലും തൻ്റെ തിരക്കിട്ട സമയത്ത് നിന്ന് ഇവിടെ വന്ന് നമ്മളെ കാണാനും ഈ പള്ളിയോട് സ്നേഹം കാണിക്കാനൊക്കെ ആയിട്ട് കാണിച്ചതിൽ അച്ഛന് നന്ദി പറഞ്ഞുകൊണ്ടും അച്ഛനെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ അയൽപ്പക്ക പള്ളിയായിട്ടുള്ള മുപ്ലിയും പള്ളി വികാരിയച്ഛൻ ബഹുമാനപ്പെട്ട ജസ്റ്റിൻ വാഴപ്പള്ളി അച്ഛൻ എത്താമെന്ന് പറഞ്ഞിട്ടുണ്ട്. അച്ഛന് കുറച്ച് കഴിയുമ്പോൾ എത്തിച്ചേരും. അച്ഛനെയും സ്വാഗതം ചെയ്യുന്നു. ഒപ്പം ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന ഇടവക്കാരും നാട്ടുകാരും, അതുപോലെ പ്രിയ ബഹുമാനപ്പെട്ട നമ്മുടെ കമ്പനി മാനേജേഴ്സും, അതുപോലെ മറ്റുള്ള സൂപ്പർവൈസേഴ്സും, കമ്പനിയുടെ ഭാഗത്തുനിന്ന് എത്തിച്ചേർന്നിട്ടുള്ള എല്ലാ ഉത്തരവാദിത്തപ്പെട്ടവരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. എല്ലാവരെയും ഒറ്റവാക്കിൽ സ്വാഗതം ചെയ്തുകൊണ്ട് നമുക്ക് ഈ ദേവാലയത്തിൻ്റെ, പരിശുദ്ധ അമ്മയുടെ നാമധേയത്തിലുള്ള ഈ ദേവാലയത്തിൻ്റെ പുനരാശീർവാദ കർമ്മത്തിലേക്ക് പ്രവേശിക്കാൻ. രണ്ടാമത്തെ പിതാവ് നമ്മുടെ മാർപോളി കണ്ണൂക്കാടൻ പിതാവ് ആദ്യമായിട്ടാണ് നമ്മുടെ ഈ കൊച്ചു പള്ളിയിലേക്ക് സന്ദർശനം നടത്തുകയും വെഞ്ചരിക്കാനായിട്ട് കടന്നു വരികയും ചെയ്യുന്നത്. തീർച്ചയായും ഒരു വലിയ സന്തോഷമാണ്. ഈ പള്ളിയെ സംബന്ധിച്ച് ചരിത്രത്തിന്റെ നാഴികക്കല്ലിൽ ഒരു വലിയ എഴുതിച്ചേർക്കൽ ഇന്ന് ഇവിടെ നടത്തപ്പെടുകയാണ്. ഒരു പുനരാശീർവാദം. അത് അഭിമന്യ പിതാവിന്റെ ഒരു വലിയ അനുഗ്രഹത്തിന്റെ കീഴിലാണ് നമുക്കത് ലഭിക്കുന്നത്. തീർച്ചയായിട്ടും ഒരുപാട് സന്തോഷമുണ്ട്. ഈ ചരിത്ര മുഹൂർത്തത്തിനാണ് നമ്മളെല്ലാവരും സാക്ഷികളായിട്ടിരിക്കുക. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ഭൂമിയെ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും
ഇപ്പോഴും എന്നേക്കും. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, സഖിയോന്മാടി വെച്ച് ശിഷ്യന്മാർക്ക് വെളിപ്പെടുത്തി അങ്ങയുടെ ദിവ്യമഹത്വത്താൽ ഈ കുരിശുപള്ളി വിശുദ്ധീകരിക്കണമേ. ഇവിടെ നടത്തപ്പെടുന്ന ബലികളാലും നേർച്ചകാഴ്ചകളാലും അങ്ങേദാസരുടെ പാപങ്ങൾ മോചിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. കർത്താവേ, അങ്ങേ കൂടാരത്തിൽ ആര് വസിക്കും? അങ്ങേ വിശുദ്ധഗിരിയിൽ ആര് വിശ്രമിക്കും? കറകൂടാതെ ജീവിക്കുന്നവനും നീതി പ്രവർത്തിക്കുന്നവനും ഹൃദയത്തിൽ സത്യമുള്ളവനും നാവുകൊണ്ട് വഞ്ചിക്കാത്തവനും സഹോദരനോട് തിന്മ ചെയ്യാത്തവനും അയൽക്കാരനെതിരായ പ്രേരണയ്ക്ക് വഴങ്ങാത്തവനും ദുഷ്ടനോട് കൂട്ടുചേരാത്തവനും ദൈവഭക്തനെ മാനിക്കുന്നവനും സത്യപ്രതിജ്ഞ ലംഘിക്കാത്തവനും അന്യായ പലിശ വാങ്ങാത്തവനും ഇങ്ങനെയുള്ളവൻ നീതിമാനാകുന്നു, അവനൊരിക്കലും നശിക്കുകയില്ല. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദ്യം മുതൽ എന്നേക്കും. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. അങ്ങയുടെ ആഗമനത്താൽ ഭൂമിയെ സ്വർഗവുമായി രഞ്ജിപ്പിച്ച കർത്താവേ, കുരിശുമരണം വഴി അങ്ങ് വീണ്ടെടുത്ത സഭയെ സമൃദ്ധമായി അനുഗ്രഹിക്കണമേ. ഭിന്നതകളെല്ലാം അവസാനിപ്പിച്ച് അതേ സമാധാനം പാലിക്കണമേ. വിശുദ്ധിയോടുകൂടെ അങ്ങേക്ക് ബലിയർപ്പിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. പത്രോസാകുന്ന പാറയമേൽ അങ്ങ് പണിതുയർത്തിയിരിക്കുന്ന തിരുസഭ അങ്ങയുടെ ആശ്രിതർക്ക് അഭയം നൽകുന്ന സ്വർഗീയ തുറമുഖമായിരിക്കട്ടെ. അങ്ങയുടെ മഹത്വത്തിനായി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഈ ഭവനത്തെ ആശീർവദിക്കണമേ. പ്രാർത്ഥിക്കുവാനായി ഇവിടെ വന്നുകൂടുന്നവരെ എല്ലാ അപകടങ്ങളിൽ നിന്നും ആപത്തുകളിൽ നിന്നും പൈശാചിക ബന്ധങ്ങളിൽ നിന്നും കാത്തു രക്ഷിക്കണമേ. ഞങ്ങളുടെ അമ്മയായ പരിശുദ്ധ കന്യാമറിയത്തിന്റെയും ഈ കുരിശു പള്ളിയുടെ പ്രത്യേക മധ്യസ്ഥയായിട്ടുള്ള പരിശുദ്ധ അമ്മയുടെയും പ്രാർത്ഥനാ സഹായം ഞങ്ങൾക്കുണ്ടാകുമാറാകട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നിങ്ങളെല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സർവശക്തനായ ദൈവത്തിന്റെ മഹത്വത്തിനും ദിവ്യകർമ്മങ്ങളുടെ അനുഷ്ഠാനത്തിനുമായി ഈ കുരിശു പള്ളി റോസ്മ ചെയ്ത് വിശുദ്ധീകരിച്ചിരിക്കുന്നു. ഇതിന്റെ പൂജയ്ക്ക് ഇണങ്ങാത്തതൊന്നും ഇതിൽ സംഭവിക്കാതിരിക്കട്ടെ. വിശുദ്ധമായി ഭവനം വൃത്തിയായും നിർമ്മലമായും സൂക്ഷിക്കപ്പെടട്ടെ. ഈ കുരിശു പള്ളി നിങ്ങൾക്കും നിങ്ങളുടെ ഇടവകയ്ക്കും ഈ പ്രദേശത്തുള്ള
എല്ലാവർക്കും ദൈവാനുഗ്രഹത്തിൻ്റെ ഉറവിടമായി തീരട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും ഈ കുരിശുപള്ളിയിൽ കടന്നു വരുന്നവരോടും ഈ പ്രദേശത്തുള്ള എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.